UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ശക്തമായ മഴയും കാറ്റും വീശി റോഡുകൾ ഭാഗികമായി വെള്ളത്തിൽ മുങ്ങി. ജനം ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് സന്ദേശം ബോർഡുകളിലും ഫോണുകളിലും മുഴങ്ങി. ചിലയിടത്ത് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ മൂലം വെള്ളിയാഴ്ച ചില കമ്പനികൾ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗൾഫിൽ പ്രത്യേകിച്ച് UAEയിൽ അസ്ഥിര കാലാവസ്ഥയാണ്. ആകാശം മൂടിക്കെട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം പൊടിക്കാറ്റും ആഞ്ഞു വീശി. എന്നാൽ വ്യാഴാഴ്ചയോടെ പൊടിക്കാറ്റ് മഴയായി പെയ്തിറങ്ങി. ഇതോടെ ചിലയിടത്ത് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ആഞ്ഞു വീശി. റോഡുകളിൽ വെള്ളക്കെട്ട് വ്യാപകമായി ഉയർന്നു. ഇതോടെ ചിലയിടത്ത് വാഹന ഗതാഗതം മന്ദഗതിയിലായി. ഉച്ചയോടെ തുടങ്ങിയ മഴ ദുബായിലും മറ്റു സ്ഥലങ്ങളുമായി വൈകിട്ട് വരെ തുടർന്നു. ജനം ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് സന്ദേശം ബോർഡുകളിലും ഫോണുകളിലുമായി മുഴങ്ങി. പലരും വീടുകളിലിരുന്ന് ജോലി ചെയ്തു. വെള്ളിയാഴ്ചയും മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചില കമ്പനികൾ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കും. അസ്ഥിര കാലാവസ്ഥ മൂലം ബൈക്കുകളിൽ പോകുന്ന ഡെലിവറി ജീവനക്കാരോട് യാത്ര നിർത്തിവെക്കാൻ അബുദാബി എമിറേറ്റ് ആവശ്യപ്പെട്ടു. UAEയുടെ തൊഴിൽ സ്വദേശിവൽക്കരണ മന്ത്രാലയം തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായി ജാഗ്രതാ നിർദ്ദേശം നൽകി. കമ്പനികൾ തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിച്ചു. നിരവധി പേർ ദുബായിൽ വാഹന ഗതാഗതം ഒഴിവാക്കി മെട്രോ സർവീസിനെ ആശ്രയിച്ചു. അതേസമയം മഴക്കാലത്ത് സുരക്ഷിതമല്ലാത്ത ഡ്രൈവിംഗിന് 400 ദിർഹം മുതൽ 2000 ദിർഹം വരെ പിഴ ചുമത്തുമെന്ന് UAE അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കി. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.